ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് ലോക ക്യാൻസർ ദിനം. ഒരു വർഷത്തിൽ ലോകമാകെ ഏകദേശം 1,40,00,000 പേർ ഒരു വർഷത്തിൽ പുതിയതായി ക്യാൻസർ രോഗബാധിതരാകുന്നുണ്ട്. ഇതിൽ ഒരു വർഷത്തിൽ ഏകദേശം 70 ലക്ഷത്തോളം പേർ ക്യാൻസർ രോഗത്താൽ മരണമടയുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ വൈഡായിട്ട് രോഗം ബാധിക്കുന്നതിൽ ഏതാണ്ട് 50% പേർ മരണമടയുന്ന ഒരവസ്ഥ ഇന്ന് ഈ രോഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗം ആൾക്കാർ ഒരു ഭീകരമായി കാണുന്നതും. ക്യാൻസർ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ല ഭാഗം കഴിഞ്ഞുവെന്നും ജീവിതം മരിക്കാറായി എന്നുമുള്ള ഒരു തോന്നലും വിശ്വാസവുമാണ് പിന്നെയുള്ള രോഗികളിൽ കാണുന്നത്. ഇതിനെല്ലാം ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ക്യാൻസർ രോഗം കണ്ടുപിടിക്കുന്നതിൽ വരുന്ന താമസമാണ്. പലപ്പോഴും രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ സ്റ്റേജിലോ 4ാമത്തെ സ്റ്റേജിലോ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ ക്യാൻസർ രോഗബാധയുണ്ട് എന്ന് തിരിച്ചറിയപ്പെടുന്നത്. ക്യാൻസർ രോഗം എങ്ങനെ നേരത്തെ തിരിച്ചറിയാം? തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ക്യാൻസർ വന്നാൽ അത് ഓരോ ലക്ഷണങ്ങൾ കാണിക്കും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ എവിടെ ക്യാൻസർ വന്നാലും കോമൺ ആയിട്ട് ചില സിംറ്റംസ് കാണിക്കാറുണ്ട്. അതിലൊന്ന് നമ്മുടെ ശരീരത്തിന് അകാരണമായി വരുന്ന പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം. നമ്മുടെ ശരീരഭാരം ഒരു 2 മാസത്തിൽ 3-4 കിലോയോളം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കുറയുന്നു. അതായത് നമ്മൾ പ്രത്യേകിച്ച് വെയിറ്റ് കുറയാനുള്ള യാതൊരു മാർഗവും സ്വീകരിക്കാതെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ വെയിറ്റ് കുറയുന്ന സാഹചര്യം. അതുപോലെ തന്നെ അകാരണമായി ഉണ്ടാകുന്ന ക്ഷീണം, പ്രത്യേകിച്ച് കാരണമില്ലാതെ നമുക്കൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ശരീരത്തിനുണ്ടാകുക. നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ വല്ലാതെ കുറയുന്ന ഒരു അവസ്ഥ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്യാൻസർ രോഗബാധയുണ്ടോ എന്ന് തന്നെയാണ്. അതുപോലെ നമുക്ക് എന്ത് രോഗവും വിട്ടുമാറാതെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലൊരു ക്രോണിക് ഡിസീസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇടവിട്ട് പനി വരുന്നു, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി പെട്ടെന്ന് കുറഞ്ഞു വരുന്നു എന്നിരിക്കും. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ക്രോണിക് ഡിസീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ക്യാൻസർ രോഗബാധയുണ്ടായാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് ഞാൻ വിശദീകരിക്കാം. പ്രത്യേകിച്ച് തലവേദനയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ദിവസം മുതൽ പെട്ടെന്ന് തലവേദന വരികയോ തലകറക്കം വരികയോ പെട്ടെന്ന് ഫിറ്റ്സ് വരികയോ, ഫിറ്റ്സ് അഥവാ ജന്നി രോഗം ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് സംശയിക്കണം. പലപ്പോഴും ഇത് ഒരു പ്രായം കഴിഞ്ഞിട്ട്, ഒരു മധ്യവയസ്സ് കഴിഞ്ഞിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം സംശയിക്കേണ്ട രോഗം ക്യാൻസർ ആണോ എന്നുള്ളതാണ്. അതുപോലെ മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ ഇടയ്ക്ക് ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിലോ അതും ക്യാൻസർ ആണോ എന്ന് സംശയിക്കേണ്ട ഒരു ലക്ഷണം തന്നെയാണ്. നിങ്ങൾക്ക് മണമറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് മൂക്ക് ചീറ്റുമ്പോൾ ഇടയ്ക്ക് രക്തം വരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ശക്തമായ വേദന അല്ലെങ്കിൽ മുഖത്ത് ഏതെങ്കിലും ഭാഗത്ത് വരുന്ന വിങ്ങൽ, ഇതെല്ലാം നമ്മുടെ സൈനസിനകത്തോ മൂക്കിൻ്റെ ട്രാക്കിലോ വരുന്ന ചെറിയ ക്യാൻസർ ബാധ, അത് കുറച്ച് റെയറാണ്, ആ അസുഖത്തിൻ്റെ ലക്ഷണമാണ് എന്ന് സംശയിക്കണം. വായ്ക്കകത്ത് വരുന്ന ക്യാൻസർ പലരിലും വളരെ കോമൺ ആണ്. പുകയിലയുടെ ഉപയോഗം, പുകയില ചവയ്ക്കലോ സിഗരറ്റ് വലിയോ കൊണ്ട് വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരുതരം ക്യാൻസറാണ് വായ്ക്കകത്ത് വരുന്നത്. വായ്ക്കകത്ത് കാണപ്പെടുന്ന വെളുത്ത പാടുകളോ ഇല്ലെങ്കിൽ ചെറിയ തടിപ്പുകളോ ഇല്ലെങ്കിൽ വായ്ക്കകത്ത് വരുന്ന വിട്ടുമാറാത്ത മുറിവുകൾ, 3 മാസമെങ്കിലും ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ വായ്ക്കുള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും അത് വായ്ക്കുള്ളിൽ വരുന്ന ക്യാൻസർ രോഗബാധയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തൊണ്ടവേദന അല്ലെങ്കിൽ ഒച്ചയടപ്പ് കാണുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമയ്ക്കുമ്പോൾ ഇടയ്ക്ക് വായ്ക്കകത്ത് കഫത്തോടൊപ്പം രക്തത്തിൻ്റെ ടിഞ്ച് കാണുന്നു, നമ്മുടെ ശബ്ദം ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നു, ഇതെല്ലാം ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ലക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള സിംറ്റത്തോടൊപ്പം നമുക്ക് കഴുത്തിന് ചുറ്റും കഴലകളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്യാൻസർ രോഗമാണോ എന്ന് പരിശോധിക്കണം. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന മുഴകൾ, പലപ്പോഴും വരുന്ന മുഴകളെല്ലാം ക്യാൻസർ ആണെന്ന് അർത്ഥമില്ല, പക്ഷേ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് കല്ല് പോലുള്ള മുഴകൾ, വളരെ ഹാർഡായിട്ടുള്ള മുഴകൾ കാണുന്നു. അതോടൊപ്പം തന്നെ കഴുത്തിന് ചുറ്റും തന്നെ നിങ്ങൾക്ക് കടലകൾ കാണുന്നു, നിങ്ങൾക്ക് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടോ ഇല്ലെങ്കിൽ തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്നു എന്നൊരു സെൻസേഷനോ, ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ മുഴ ഒരു ക്യാൻസർ രോഗബാധയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ചുമ, നിങ്ങളുടെ ശരീരം പെട്ടെന്ന് മെലിയുക, രാത്രികളിൽ വരുന്ന വിട്ടുമാറാത്ത ചുമ കാണുന്നു, ചുമയോടൊപ്പം കഫത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കൊരു 3 ആഴ്ചയായി മാറാതെ നിൽക്കുന്ന ചുമയുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തിന് വരുന്ന TB രോഗമാണോ ഇല്ലെങ്കിൽ ശ്വാസകോശത്തിൽ ക്യാൻസർ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്.
പുക വലിക്കാത്തവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുക വലിക്കുന്നവരിൽ ഏതാണ്ട് 3 ഇരട്ടിയോളമാണ് ശ്വാസകോശത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത. അതിനാൽ ഇത്തരത്തിൽ പുകയിലയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിശോധന ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വിശപ്പ് വരുന്നില്ല, ഭക്ഷണത്തോട് ഒരു കഴിക്കാനുള്ള ഒരു തോന്നൽ വരുന്നില്ല, അകാരണമായ ക്ഷീണം, ശരീരം പെട്ടെന്ന് മെലിയുന്നു, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ, വയറിനകത്ത് സൂചി കുത്തുന്ന പോലെ വേദന, ഇല്ലെങ്കിൽ വിട്ടുമാറാത്ത നെഞ്ചരിച്ചിലും അസിഡിറ്റിയും കാണുന്നു, അല്ലെങ്കിൽ പുളിച്ചു തകട്ടൽ കാണുന്നു, പുളിച്ചു തികട്ടി ഛർദ്ദിക്കുന്ന കവത്തിനോ, ഇല്ലെങ്കിൽ നമുക്ക് കഴിച്ച ഭക്ഷണം ഛർദ്ദിക്കുമ്പോൾ അതോടൊപ്പം രക്തത്തിൻ്റെ സാന്നിധ്യം കാണുന്നു എന്നുണ്ടെങ്കിലോ അത് നമ്മുടെ ആമാശയത്തിൽ ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. എന്നാൽ ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുന്നില്ല, എന്തോ നമുക്ക് തൊണ്ടയ്ക്ക് താഴെ തടഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു സെൻസേഷൻ, വിട്ടുമാറാത്ത നെഞ്ചരിച്ചിൽ, ഇതുണ്ടെന്നുണ്ടെങ്കിൽ അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. ശരീരത്തിന് അകാരണമായ മെലിച്ചിനോടൊപ്പം ദഹനത്തിന് പ്രശ്നം കാണുന്നു, വയറ് വല്ലാണ്ട് വീർത്ത് വരുന്നു എന്നിരിക്കട്ടെ, ഹിമോഗ്ലോബിൻ കുറയുന്നു, ഇടയ്ക്കിടയ്ക്ക് പനിയുടെ സാധ്യത, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിവറിന് ക്യാൻസർ ബാധയുണ്ടോ എന്ന് സംശയിക്കേണ്ട സാധ്യതയുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും, വിട്ടുമാറാതെ ഓർക്കാനം കാണിക്കും. ഇതെല്ലാം തന്നെ കരളിന് ഇത്തരത്തിലൊരു ക്രോണിക് ഡിസീസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. പലപ്പോഴും കുടലിൽ വരുന്ന ക്യാൻസർ ഇന്ന് കേരളത്തിൽ കൂടി വരുന്ന ഒരു ക്യാൻസർ ബാധയാണ്. അത് മലത്തോടൊപ്പം രക്തം കാണുക, അടിവയറിൽ ഇടവിട്ട് വേദന വരുന്നു. അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, നമുക്ക് വയറുവേദനയ്ക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റുകളിൽ തന്നെ വയറുവേദന കുറയുന്നു എന്നല്ലാതെ മാറുന്നില്ല. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ, മലം പോയതിന് ശേഷം തുള്ളിത്തുള്ളിയായി രക്തം പോകുന്നു, അല്ലെങ്കിൽ മലത്തോടൊപ്പം രക്തം കലർന്നു പോകുന്നു എന്നുണ്ടെങ്കിലോ അത് പൈൽസ് ആണോ എന്ന് സംശയിച്ചിരിക്കാതെ ക്യാൻസർ ആണോ ഇല്ലയോ എന്നുള്ളത് ഒരു പരിശോധന നടത്തുക. പലർക്കും കുടലിൽ വരുന്ന ക്യാൻസറിന് ചിലപ്പോൾ ലക്ഷണങ്ങൾ ഈ രക്തം പോകുന്നതല്ലാതെ മറ്റു ലക്ഷണങ്ങൾ കാണിച്ചില്ല എന്ന് വരും, വേദന ഉണ്ടായില്ല എന്ന് വരാറുണ്ട്. സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണുന്ന, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റിന് വരുന്ന മുഴകളോ കല്ലിപ്പുകളോ എല്ലാം തന്നെ ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ കാണുന്നുവെന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആണോ എന്ന് സംശയിക്കണം. ഇതുമാത്രമല്ല, മുല കൊടുക്കാത്ത സ്ത്രീകൾ, പ്രസവിക്കാത്ത സ്ത്രീകൾ, ഇവരിൽ സാധാരണ സ്ത്രീകളെ, മുല കൊടുക്കുന്ന സ്ത്രീകളെ അപേക്ഷിച്ച് ഏതാണ്ട് ഇരട്ടിയോളമാണ് ക്യാൻസർ രോഗ സാധ്യത ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റിൽ വരുന്ന മുഴകൾ മാത്രമല്ലാതെ ബ്രസ്റ്റിൽ വിട്ടുമാറാതെ നിൽക്കുന്ന ഫംഗസ് രോഗങ്ങൾ, ചൊറിച്ചിലോ അതിൻ്റെ തൊലിപ്പുറത്ത് വരുന്ന ചെറിയ പാടുകളോ വ്യത്യാസങ്ങളോ കാണുന്നുവെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഇത് ക്യാൻസർ ആണോ എന്ന് പരിശോധിപ്പിക്കേണ്ടതാണ്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രാം പരിശോധിച്ച് നിങ്ങൾക്ക് ക്യാൻസർ ബാധയുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. പുരുഷന്മാരിൽ ഇന്ന് 45 വയസ്സിന് ശേഷം കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന ക്യാൻസർ ബാധ. ഇത് PSA എന്നൊരു ടെസ്റ്റിൽ കൂടി കോമൺ ആയിട്ട് അറിയാം. പ്രോസ്റ്റേറ്റിന് വരുന്ന വീക്കം, അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടി രക്തം കലർന്നു പോവുക, മലബന്ധം, അടിവയറിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ഇതെല്ലാം തന്നെ പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസർ ബാധയുടെ ലക്ഷണങ്ങളാണ്. ഒരു ഡോക്ടറിനെ പരിശോധിച്ചാലോ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താലോ PSAയോ CA-125 പോലുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കിയാലോ പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസർ ബാധ തിരിച്ചറിയാൻ സാധിക്കും. സ്ത്രീകളിൽ യൂട്രസിനും ഓവറിക്കും വരുന്ന ക്യാൻസർ ബാധ മുമ്പത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് 50കളോട് അടുക്കുന്ന സ്ത്രീകളിൽ ഓവേറിയൻ ക്യാൻസർ, വളരെ സൈലൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്യാൻസർ, പലപ്പോഴും അവർക്ക് യൂറിൻ ഡിസ്കംഫർട്ട്, അതായത് ക്യാൻസർ ഓവറിയിൽ മുഴ വളർന്നിട്ട് അത് മൂത്രസഞ്ചിയെ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതൊരു ക്യാൻസറിൻ്റെ സാധ്യതയാണെന്ന് തിരിച്ചറിയപ്പെടുന്നത്. ഒരു സർജറിയിൽ കൂടിയും, സർജറി കഴിഞ്ഞിട്ട് ചെയ്യുന്ന കീമോതെറാപ്പി, റേഡിയോതെറാപ്പിയിൽ കൂടി 100% മാറ്റാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് ഓവറിയിൽ വരുന്ന ക്യാൻസേഴ്സ്. അതുപോലെ തന്നെ യൂട്രസിൽ വരുന്ന ക്യാൻസേഴ്സ്, പലപ്പോഴും സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ബ്ലീഡിംഗ് ടെൻഡൻസി, അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിന് ശേഷം കാണുന്ന ബ്ലീഡിംഗ് ടെൻഡൻസി, ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടത് ക്യാൻസർ അല്ല എന്ന് പരിശോധിപ്പിക്കേണ്ടതാണ്. മാസമുറ നിന്നതിന് ശേഷം, അതായത് 50 വയസ്സിന് ശേഷം സ്ത്രീകളിൽ വരുന്ന മാസമുറ പോലുള്ള ബ്ലീഡിങ്ങുകളും ആദ്യം പരിശോധിക്കേണ്ടത് ക്യാൻസർ ആണോ എന്ന് തന്നെയാണ്. രക്തകോശങ്ങൾക്കുണ്ടാകുന്ന ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, അഥവാ പലപ്പോഴും തിരിച്ചറിയപ്പെടാൻ
വളരെ ഡിലേ വരുന്ന ഒരു ക്യാൻസറാണ്. എന്നാൽ കുട്ടികളിലും ഇന്ന് കോമൺ ആയിട്ട് കാണുന്ന ഒരുതരം ക്യാൻസറാണിത്. ഇത് രക്തപരിശോധനയിൽ കൂടി വളരെ ഈസി ആയിട്ട് തിരിച്ചറിയാം. ഇടവിട്ട് വരുന്ന പനി, ക്ഷീണം, രക്തക്കുറവ്, വിളർച്ച ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇതിന് കോമൺ ആയിട്ട് കാണുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് 10 ദിവസമായിട്ട് ഒരു പനി വിട്ടുമാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബ്ലഡ് ടെസ്റ്റുകളോ പെരിഫറൽ ബ്ലഡ് സ്മിയർ പോലുള്ള ടെസ്റ്റുകളോ വളരെ സിമ്പിൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് വളരെ ഏർലി ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ ബ്ലഡ് ക്യാൻസർ 100% ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്. എല്ലുകളിൽ വരുന്ന ക്യാൻസർ ഇന്ന് അത്ര കോമൺ അല്ല എങ്കിലും ഇന്ന് അത് മുമ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കാണുന്നുണ്ട്. എല്ലുകൾക്ക് പെട്ടെന്ന് വരുന്ന മുഴകൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഴയോടൊപ്പം വേദന, നിങ്ങൾ ചെയ്യുന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് പെയിനോ സ്വെല്ലിങ്ങോ കുറയുന്നില്ല എങ്കിൽ ഇത് ക്യാൻസർ രോഗബാധയാണോ, എല്ലിനെ ബാധിക്കുന്ന ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. സ്കിന്നിൽ കാണുന്ന ക്യാൻസർ കേരളത്തിൽ അത്ര കോമൺ അല്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും രോമ വളർച്ച ഇല്ലാതെ വരുന്ന മറുകുകളോ ചെറിയ പാടുകളോ ശരീരത്തിലുണ്ടെങ്കിൽ, പാടുകൾ പെട്ടെന്ന് വലുതാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന ഏതെങ്കിലും ഒരു മുറിവുകളോ അൾസറോ ഉണങ്ങാതെ നിൽക്കുകയാണെങ്കിൽ, അമിതമായിട്ടുള്ള വേദന ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്യാൻസർ രോഗബാധയാണോ, ക്യാൻസർ ടൈപ്പ് സെൽസ് ആണോ എന്ന് തിരിച്ചറിയേണ്ടതാണ്. പലപ്പോഴും ക്യാൻസർ രോഗം വളരെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചികിത്സ വളരെ ചിലവേറിയതായതുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പണച്ചെലവുകളും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ തുടക്കത്തിലുള്ള ഒരു ഡിറ്റക്ഷൻ, കണ്ടുപിടിക്കലാണ് ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഏറ്റവും നല്ലത്. അത് തുടക്കത്തിലെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടെത്തിക്കഴിഞ്ഞാൽ 100% ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണിത്. അതിനാൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പേടിച്ച് മിണ്ടാതിരിക്കാതെ ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള ഒരു നല്ല ഡോക്ടറെ കണ്ട് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുക. ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ ക്യാൻസർ രോഗത്തിൻ്റെ സാധ്യത തന്നെ ആയിരിക്കില്ല, പക്ഷേ അത് ഉറപ്പാക്കുക എന്നുള്ളത് നമുക്ക് ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാന മാർഗമാണ്. എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.